ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്, അതാണ് കേട്ടോ. സോ പാർട്ട് 12 എന്നാണ് പറയുന്നത്, LCM ആൻഡ് HCF. അതിൽ ഹോംവർക്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു 3 bells ring at interval of 15 seconds, 21 seconds and 16 seconds respectively. Okay, all the bells ring simultaneously at 12 o'clock. അതും നൂൺ എന്ന് പറഞ്ഞു. നൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. സോ ദേ വിൽ again ring at അല്ലെങ്കിൽ ring simultaneously in what time? So question ഇതാണ്, 3 bells rings at intervals of 15 seconds, 21 seconds and 16 seconds respectively. Means 3 ബെല്ല്, ഒരു ബെല്ല് 15 സെക്കൻഡ്സിന് ഒരിക്കലും, ഇനി ഒരു ബെല്ല് 21 സെക്കൻഡ്സിന് ഒരിക്കലും, അടുത്തത് 16 സെക്കൻഡ്സ് ഒരിക്കലും റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എല്ലാ ബെൽസും റിങ് ചെയ്യണം സൈമൾട്ടേനിയസ്ലി അറ്റ് 12 noon എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് ഇത് ഒരുമിച്ച് റിങ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് റിങ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെയിം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ LCM എടുക്കണം. സോ 15, 21, 16 ഇതിൻ്റെയൊക്കെ LCM പറയുന്നത് 3 കൊണ്ട് നോക്കുക. 3 കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 5ഉം ഇവിടെ 7ഉം വരും. 16 3 കൊണ്ട് വരില്ല. സോ 16 അങ്ങനെ തന്നെ വെക്കുക. ഇനി നമുക്ക് ഒന്നെങ്കിൽ 16 പുറത്തെടുക്കാം, അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് വെച്ച് എടുക്കണമെങ്കിൽ 2 വെച്ചെടുക്കാം. സോ ഇവിടെ 8 വരും. വീണ്ടും 2 കൊണ്ട് എടുത്തുവെങ്കിൽ വീണ്ടും 4 വരും. പിന്നെ 2 ആണെങ്കിൽ ഇവിടെ 5, 7, ഇവിടെ 2 കഴിഞ്ഞു. സോ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 16 അങ്ങനെ തന്നെ എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എഴുതാം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പോടുകൂടി കറക്റ്റ് ചെയ്യാമായിരുന്നു, ഈ ഒരു സ്റ്റെപ്പോടുകൂടി നമുക്ക് നിർത്താമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന മെത്തേഡിലാണ്. ഓക്കെ, സോ 3 into 2 into 2 into 2 into ലാസ്റ്റ് ഒരു 2 ഉണ്ട്, അതാണ് എഴുതുന്നത്. 5 into 7. സോ 3 into 16 into 5 into 7 ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ 3 into 16 are 48 വരും. 48 into 35 എന്ന് പറയുമ്പോൾ 40, 35, 20, 24, 12, 14, 1680 സെക്കൻഡ്സ് ആണ്. എല്ലാം എങ്ങനെയുണ്ട്, സെക്കൻഡ്സിലാണ് ഉള്ളത്. സോ നമ്മളുടെ ആൻസറും സെക്കൻഡ്സിലാണ് വരിക. പക്ഷേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 12 o'clock എന്നാണ്. സോ 12 o'clock കഴിഞ്ഞിട്ട് അത് എപ്പോഴാണ് റിങ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ്, അല്ലേ? ആ 16 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ്. ഇവിടെ തന്നിട്ടുള്ളത് 1618 സെക്കൻഡ്സ് ആണ്, അല്ലേ? ഇവിടെ വന്നിട്ടുള്ളത് 1680 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 60 കൊണ്ട് ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കോഷ്യൻ്റ് എന്ത് കിട്ടുന്നോ അതിനെ കൊണ്ടുപോയി 12 മണീൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലേ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം. 1680 വരുന്നത്. 1680 ഇതിനെ 60 സെക്കൻഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കാരണം ഡിവൈഡ് ചെയ്യുന്നത്, 12 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് ആവാം ഇല്ലെങ്കിൽ മണിക്കൂറാവാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല.
പക്ഷേ ഇതിൽ വന്നിട്ട് മണിക്കൂർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 3600 ആവും സെക്കൻഡ്സ് മണിക്കൂറാവുമ്പോൾ. അപ്പോൾ അത് കാരണം എന്തായാലും മണിക്കൂറിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ്സാണ്. ഇവിടെ ആകെ കൂടിയുള്ളത് എത്രയാണ്? 1680 സെക്കൻഡ്സ് മാത്രമാണ്. മണിക്കൂറിലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മിനിറ്റിലേക്ക് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 60 സെക്കൻഡ്സ് ആണ്. ഇവിടെ എത്രയുണ്ട്? ഇവിടെ കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 16ൽ 60 ഇല്ല, 160ൽ 2 ടൈംസ് ഉണ്ട്, ബാലൻസ് 480, 3 ടൈംസ് 480. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ 23 ആണ് നമുക്ക് വരുന്നത്. സോ സോറി 8 ആണ്. 8 ടൈംസ് 8 6 are 48. സോ 28 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. 28 മിനിറ്റിന് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 മിനിറ്റ് പാസ്റ്റ് 12 എന്നാണ് വരിക. ഓക്കെ, 28 മിനിറ്റ് പാസ്റ്റ് 12 എന്നാണ് വരിക. 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയി എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് പറയുക? 28 മിനിറ്റും പാസ്റ്റ് 12 അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ 12 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആയി എന്നെങ്ങനെയാണ് പറയുക? അല്ലെങ്കിൽ 15 മിനിറ്റ് 3 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആണെന്ന് പറയാൻ എങ്ങനെ പറയാം? 15 മിനിറ്റ് 15 മിനിറ്റ്സ് പാസ്റ്റ് 3 എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ വന്നിട്ട് three bells. ഇവിടെ 9 ആണ് വരിക. 9. സോ 3 bells ring at intervals of 12 seconds, 9 seconds and 24 seconds respectively. All bells ring simultaneously at 3 p.m. They will again ring simultaneously after. ഇതാണ് ചോദ്യം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ 12ൻ്റെയും 9ൻ്റെയും 24ൻ്റെയും LCM എടുക്കുക. അപ്പോൾ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. 12ൽ 3 4 തവണ, 9ൽ 3 3 തവണ, 24ൽ 3 8 തവണയുണ്ട്. ഇനി 4 എടുത്തു കഴിഞ്ഞാൽ 4ൽ 4 ഒരു തവണ തന്നെ ഉള്ളൂ. പിന്നെ 3, ഇവിടെ 8ൽ 4 2 തവണ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ LCM എന്ന് പറയുന്നത് എങ്ങനെ വരിക? 3 × 4 × 1. 1 എഴുതേണ്ട ആവശ്യമില്ല. ഇനി 3 × 2. സോ നമ്മളുടെ ആൻസർ 3 4s are 12 × 6. അപ്പോൾ 72 സെക്കൻഡ്സ് ആണ് വരുന്നത്. സോ 72നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ 60, ബാലൻസ് 12. ഇതെന്താണ്? സെക്കൻഡ്സ് ആണ്. ഇതെന്താണ്? മിനിറ്റാണ്. സോ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 മിനിറ്റും 12 സെക്കൻഡ്സുമാണ്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ജസ്റ്റ് 2 മിനിറ്റും 36 സെക്കൻഡ്സും, രണ്ടാമത്തേത് 2 മിനിറ്റും 12 സെക്കൻഡ്സും, 3 എന്ന് പറയുന്നത് 1 മിനിറ്റും 12 സെക്കൻഡ്സും, നാലാമത്തേത് 1 മിനിറ്റും 24 സെക്കൻഡ്സും. സോ നമ്മുടെ ആൻസർ 1 മിനിറ്റും 12 സെക്കൻഡ്സും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദിച്ചത്? ദേ വിൽ അഗൈൻ റിങ് സൈമൾട്ടേനിയസ്ലി അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സമയമാണ് പറയേണ്ടത്. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ 28 മിനിറ്റ് പാസ്റ്റ് 12 എന്ന് പറഞ്ഞു. ഇവിടെ ആഫ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് എങ്ങനെയാണ്? ആ സമയം അല്ല ചോദിച്ചിരിക്കുന്നത്. എത്ര സെക്കൻഡ്സോ അല്ലെങ്കിൽ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. കൃത്യമായിട്ട് അത്ര മിനിറ്റ് മാത്രം പറഞ്ഞാൽ മതി. സോ 1 മിനിറ്റ് 12 സെക്കൻഡ്സിലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ബെല്ല് റിങ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ,
Raghav, Arun and Rinku running around a rectangular park and complete one round in 24 seconds, 18 seconds, 10 seconds respectively. In how much time will they meet again at starting point? എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ രാഘവ്, അരുൺ ആൻഡ് റിങ്കു റണ്ണിങ് അറൗണ്ട് എ റെക്ടാങ്കുലർ പാർക്ക്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പാർക്കിൽ അവരെന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. റെക്ടാങ്കുലർ ഷേപ്പാണ് വരുന്നത്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് കംപ്ലീറ്റ് വൺ റൗണ്ട് ഇൻ. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 24 സെക്കൻഡ്സും 18 സെക്കൻഡ്സും 10 സെക്കൻഡ്സും ആയി. ഇൻ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ അവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയമെടുക്കും എന്നതാണ് ചോദ്യം. ആസ് യൂഷ്വൽ നമ്മൾ അതേപോലെ LCM എടുക്കുക, ആൻസർ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. സോ എത്ര മിനിറ്റ് എടുക്കും നോക്കാം നമുക്ക്. ഹൗ മച്ച് ടൈം എന്ന് വെച്ചാൽ എത്ര ടൈം എടുക്കും എന്നാണ്. സോ 24, 18, 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 12, 9, 5 വരും. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 5 ആയിരിക്കും. കഴിഞ്ഞു. ഇനി കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ LCM വിച്ച് ഇസ് ഈക്വൽ ടു 2 × 3 × 4 × 3 × 5 ആണ് വരുന്നത്. അപ്പോൾ 12, 18, 5. ഓക്കെ. സോ ഓക്കെ. സോ നമുക്ക് കിട്ടുന്നത് 6 × 12 × 5. അപ്പോൾ 360 സെക്കൻഡ്സ് ആണ് വരിക. ഇപ്പോൾ ഈ 360നെ നമ്മൾ ജസ്റ്റ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. 6 ടൈംസ് 360. സോ 6 മിനിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോ ആൻസർ 6 മിനിറ്റ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈവ് ബെൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ നമ്പർ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സീരിയൽ നമ്പർ മാത്രം നോക്കിയാൽ മതി. 6th ക്വസ്റ്റ്യൻ ആണ്. 5 bells beginning together toll at interval 4 seconds, 5 seconds, 7 seconds, 8 seconds and 10 seconds respectively. After what interval of
time will they all again together? സെയിം മെത്തേഡാണ്. അതേപോലെ LCM എടുക്കുക. 4, 5, 7, 8, 10. സോ 4 മീൻസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈവൻ നമ്പറൊക്കെ മാത്രം ഡിവൈഡ് ചെയ്ത് പോവാം. ഇവിടെ 2 വരും, ഇവിടെ 5 5 തന്നെ, 7 7 തന്നെ, 8ൽ 4 ടൈംസ് ഉണ്ട് 2, 10ൽ 5 ടൈംസ് ഉണ്ട്. ഇനി അടുത്തത് വീണ്ടും 2 എടുത്തെങ്കിൽ ഇവിടെ 2ൽ 2 1 ടൈം, 5 അങ്ങനെ തന്നെ വരും, 7 അങ്ങനെ തന്നെ വരും, 4ൽ 2 ടൈംസ് 5. ഇനി 5 എടുത്തുവെങ്കിലോ ഇവിടെ 1. ഇനി 7 എടുത്തുവെങ്കിൽ 2 എടുത്തുവെങ്കിൽ. So 2 2s are 4, 4 5s are 20, 27s are 140, 140 into 2 280 വരും. 280 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഈ 280 സെക്കൻഡ്സിന് നമ്മൾ എന്തായിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യണം മിനിറ്റിലോട്ട്. സോ 280 60 വെച്ച് കൺവേർട്ട് ചെയ്തുവെങ്കിൽ 280നെ 60 വെച്ച് ഡിവൈഡ് ചെയ്തുവെങ്കിൽ 4 ടൈംസ് നമുക്ക് ആൻസർ 240 കിട്ടും. ബാലൻസ് 40. അത്രമാത്രം മതി. സോ മേലെ വന്ന കോഷ്യൻ്റ് വന്നിട്ട് 4 മിനിറ്റ്സും പിന്നെ താഴെ വന്ന 40 സെക്കൻഡ്സും. ഇതാണ് ആൻസർ. ഓപ്ഷനിൽ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 4 മിനിറ്റ് എല്ലാത്തിലും സമയമായിട്ടാണ് തന്നിരിക്കുന്നത്. എത്ര ടൈം കൊണ്ടാണ്? സോ 4 മിനിറ്റ് ഈ പറയുന്ന 40 സെക്കൻഡ്സ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ക്ലിയർ. സോ നമ്മൾ ഏകദേശം തന്നിരുന്ന ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ LCM ആൻഡ് HCFൻ്റെ ടോട്ടൽ പോർഷൻസ് നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡെയിലിയും ടെസ്റ്റ് തരും. അത് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ.